Hello and welcome to Everyday English. ഇന്നത്തെ വീഡിയോയിൽ idioms എന്താണ് എന്നും അതെങ്ങനെ നമ്മുടെ കോൺവെർസേഷൻസിൽ യൂസ് ചെയ്യാമെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് idioms യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ പ്രൊഫഷൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ idioms യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേർഡ്സിനെ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. ഈ എക്സ്പ്രഷൻ്റെ ഒരു ബേസിക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻഡിവിജ്വൽ വേർഡ്സിൻ്റെ മീനിങ് എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലോ നമുക്ക് ഈ ഓവറോൾ ഈ എക്സ്പ്രഷൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. എക്സാമ്പിളായിട്ട് ഞാനൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ പറയാം. ഓൾ കാറ്റ്സ് ആർ ഗ്രേ ഇൻ ദി ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ്സിൽ ഇരുട്ടത്ത് ഫിസിക്കൽ അപ്പിയറൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന്. പക്ഷെ ആക്ച്വലി നമ്മൾ ഇതിൻ്റെ ഈ എക്സ്പ്രഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ വേർഡ്സുമായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല ഇതിൻ്റെ ആക്ച്വൽ മീനിങ്ങിന്. ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ആ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ഇനി ഇതിനെ എങ്ങനെ ഒരു കോൺവെർസേഷനിൽ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇമാജിൻ രണ്ടുപേര് ഒരു ലൈവ് മ്യൂസിക്കൽ കോൺസേർട്ടിന് പോകാനായിട്ട് ഇറങ്ങാം രാത്രിയിൽ. ഓക്കെ, അപ്പോഴേക്കും ഒരാൾ രണ്ടുപേരും റെഡിയായി. ഒരാൾ ഒരു ടീഷർട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് കീറിയതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഓ മൈ ഗോഡ്, ദിസ് ടീ ഈസ് ടോൺ. അപ്പോഴേക്കും മറ്റേ ആൾക്ക് പറയാം, കം ഓൺ ഡിയർ, ഓൾ കാറ്റ്സ് ആർ ഗ്രേ ഇൻ ദി ഡാർക്ക്, വിച്ച് മീൻസ് നിൻ്റെ ടീഷർട്ട് കീറിയതൊന്നും ആരും നോക്കാൻ പോകുന്നില്ല. ഫിസിക്കൽ അപ്പിയറൻസ്, നിന്നെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് ആ ടീഷർട്ട് ഇട്ടുകൊണ്ട് പോരും എന്നുള്ള ഇംപ്ലിക്കേഷനാണ് ആ യൂസേജിൽ വരുന്നത്. അനദർ എക്സാമ്പിൾ ഫോർ എൻ ഇഡിയം, റേസ് അഗെയിൻസ്റ്റ് ടൈം. റേസ് അഗെയിൻസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഡെഡ് ലൈനിന് മുമ്പായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും നമ്മൾ ഒരു ഹറിയിൽ അത് ചെയ്ത് തീർക്കാനായിട്ട് നോക്കുമ്പോഴേക്കും അതിനെയാണ് നമ്മൾ റേസ് അഗെയിൻസ്റ്റ് ടൈം എന്ന് പറയുന്നത്. എക്സാമ്പിൾ സെൻറ്റൻസ്, സിൻസ് ഐ മിസ്ഡ് മൈ ബസ് ഐ ഹാഡ് ടു റേസ് അഗെയിൻസ്റ്റ് ടൈം ടു ഗെറ്റ് ടു മൈ ഹോസ്റ്റൽ ബിഫോർ 6 PM. എനിക്ക് ബസ് മിസ്സായതുകൊണ്ട് 6 PM മുമ്പ് ഹോസ്റ്റലിൽ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് തിരക്ക് കൂട്ടേണ്ടി വന്നു. ഓക്കെ, അനദർ എക്സാമ്പിൾ, നമുക്ക് റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഫെയർ വെതർ ഫ്രണ്ട്. ഫെയർ വെതർ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ടത്തിൽ, നമ്മളുടെ നല്ല സമയത്ത് നമ്മളുടെ കൂട്ടത്തിലുണ്ടായിരിക്കുന്ന ഫ്രണ്ട്സ്, പക്ഷെ നമ്മൾ എന്തെങ്കിലും ട്രബിളിലാണെങ്കിൽ അവർ നമ്മുടെ കൂട്ടത്തിൽ കാണത്തില്ല. ആ ടൈപ്പ് ഫ്രണ്ട്സിനെ പറയുന്നതാണ് എ ഫെയർ വെതേർഡ് ഫ്രണ്ട്. ഓക്കെ, എക്സാമ്പിൾ സെൻറ്റൻസ്, ഐ ഡോണ്ട് ട്രസ്റ്റ് ദാറ്റ് ഗായ്, ഹീസ് എ ഫെയർ വെതേർഡ് ഫ്രണ്ട്. എനിക്ക് അവനെ വലിയ വിശ്വാസമില്ല, അവനൊരു ഫെയർ വെതേർഡ് ഫ്രണ്ടാണ്, ഒരു കാലുവാരിയാണ്. ലൈക്ക് ചില സമയത്ത് ആവശ്യമുള്ള സമയത്തൊന്നും കൂടെ കാണത്തില്ല. ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ. So that is it for today. Have a nice day. Bye.